ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മളിന്ന് RRB JEE വരാൻ പോകുന്ന RRB JEEയുടെ കുറച്ച് പ്രീവിയസ് ഇയർ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ മാഗ്നറ്റിക് സർക്യൂട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള MCQs ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the permeability of a ferromagnetic material is dash. അതായത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റി എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായിരിക്കും പെർമിയബിലിറ്റി? ഓപ്ഷൻ എ വെരി ഹൈ, ഓപ്ഷൻ ബി ലോ, ഓപ്ഷൻ സി ഹൈ, ഓപ്ഷൻ ഡി വെരി ലോ. അപ്പോൾ പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ ഫെറോമാഗ്നറ്റിൻ്റെ പെർമിയബിലിറ്റി എങ്ങനെയായിരിക്കും? ഇറ്റ് ഷുഡ് ബി എങ്ങനെയാണത് വേണ്ടത്? വളരെ കൂടുതലായിരിക്കും അല്ലേ. അതായത് 100 to 100 എബോ ആ ഒരു റേഞ്ച് ആയിരിക്കും, മോർ ദാൻ 100 എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ആയിരിക്കും അല്ലേ. അതായത് നമ്മളുടെ അയോൺ, നിക്കൽ, കൊബോൾട്ട് അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മളുടെ ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിളായി വരുന്നതാണ്. അതുകൂടാതെ അവിടുത്തെ സസെപ്റ്റബിലിറ്റി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് കേട്ടോ. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇപ്പോൾ പെർമിയബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ. അതായത് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി വെരി ഹൈ, അല്ലെങ്കിൽ എന്താണ് മച്ച് ഗ്രേറ്റർ ദാൻ 1 ആ ഒരു രീതിയിലായിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് എന്തും ചോദിക്കാം, സസെപ്റ്റബിലിറ്റി എന്നും ചോദിക്കാം. അതും എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി മച്ച് ഗ്രേറ്റർ ദാൻ 1, അതും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റിയും അല്ലെങ്കിൽ സസെപ്റ്റബിലിറ്റി എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ബി വെരി ഹൈ, അതായത് മോർ ദാൻ 1 ആയിരിക്കും അല്ലേ. കൂടാതെ എന്താണ്? മോർ ദാൻ 100 എന്ന റേഞ്ചിലൊക്കെയാണത് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിലും എന്ത് പറയണം? അയോൺ, നിക്കൽ, കൊബോൾട്ടൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, സസെപ്റ്റബിലിറ്റി ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്ന് കണ്ടത് അല്ലേ. പക്ഷേ ഇവിടെ എന്താണ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ സസെപ്റ്റബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് സസെപ്റ്റബിലിറ്റി ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ? ഓപ്ഷൻ എ യൂണിറ്റി, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി നെഗറ്റീവ്, ഓപ്ഷൻ ഡി പോസിറ്റീവ്. എന്താണ് വരിക ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് വിൽ ബി നെഗറ്റീവ് ആണ്. എന്താണത്? നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്? ഒരു ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ് അല്ലേ. സസെപ്റ്റബിലിറ്റിക്ക് ഫോർമുല ഉണ്ട്, അതായത് എന്താണ്? J/B എന്ന് പറയും. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിന് എന്താ പറയുന്നത്? J/B, അതായത് ഇന്റേണൽ പോളറൈസേഷൻ ഡിവൈഡഡ് ബൈ സ്ട്രെങ്ത് ഓഫ് ദ എക്സ്റ്റേണൽ ഫീൽഡ് ആണ് എന്ത്? ഈ സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ സസെപ്റ്റബിലിറ്റി എപ്പോഴും എന്താണ്? ലെസ് ദാൻ 0, നെഗറ്റീവ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. പക്ഷേ പാരാമാഗ്നറ്റിക്കും ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി പോസിറ്റീവ് ആയിരിക്കും, അതായത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ. അത് ചിലപ്പോൾ നമ്മളോട് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമ്മളോട് ചോദിക്കാം പാരാമാഗ്നറ്റിക് അല്ലെങ്കിൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെയൊക്കെ സസെപ്റ്റബിലിറ്റി എന്തായിരിക്കും ചോദിക്കാം. അപ്പോൾ എന്തായിരിക്കാം? അത് പോസിറ്റീവ് ആണെന്ന് ഓർത്ത് വെക്കുക. പാരാമാഗ്നറ്റും ഫെറോമാഗ്നറ്റും ഡയാമാഗ്നറ്റ് ആണ് എന്ത്? നെഗറ്റീവ് സസെപ്റ്റബിലിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഈസ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ? താഴെ തന്നിട്ടുള്ളതിൽ എന്താണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി ടങ്സ്റ്റൺ, ഓപ്ഷൻ സി പൊട്ടാസ്യം, ഓപ്ഷൻ ഡി ഓക്സിജൻ. ഏത് മെറ്റീരിയലാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലായി കൺസിഡർ ചെയ്യുന്നത്? ഏതാണ്? ഇത് കോപ്പറാണ്. ഏതാണ്? കോപ്പറാണ് അല്ലേ. അപ്പോൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണ് അല്ലേ. എന്താണ് പറയുന്നത്? ഇറ്റ് വിൽ ബി എ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ ആണ്. അതിൽ എക്സാമ്പിളായിട്ട് വരുന്നത് ഗോൾഡ്, സിൽവർ, സിങ്ക്, ആൻറ്റിമണി, ബിസ്മത്ത്, കോപ്പർ ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഓർത്ത് വെക്കണം കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ എക്സാമ്പിൾസ് നന്നായി നോട്ട് ചെയ്ത് പോവുക. ഏതൊക്കെയാണ് ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിളായിട്ട് വരുന്നത്? കോപ്പർ, ലെഡ്, ഗോൾഡ്, സിൽവർ, സിങ്ക്, ആൻറ്റിമണി, ബിസ്മത്ത് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്.
Question number 4. Which one of the following material does not have a constant relative permeability? താഴെ തന്നിട്ടുള്ളതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഏത് മെറ്റീരിയലിനാണ് ഡസ് നോട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് ഡസ് നോട്ട് ഹാവ് എ എന്താണ് കോൺസ്റ്റന്റ് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കോൺസ്റ്റന്റ് റിലേറ്റീവ് പെർമിയബിലിറ്റി? ഓപ്ഷൻ എ ഡയാമാഗ്നറ്റിക്, ഓപ്ഷൻ ബി പാരാമാഗ്നറ്റിക്, ഓപ്ഷൻ സി ഫെറോ മാഗ്നറ്റിക്, ഓപ്ഷൻ ഡി ഫ്രീ സ്പേസ്. ഏതാണത്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി സ്ലൈറ്റ്ലി മോർ ദാൻ 1 ആയിരിക്കും. എന്തായിരിക്കും? സ്ലൈറ്റ്ലി മോർ ദാൻ 1. ഓർത്ത് വെക്കുക. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിലോ അതിലെന്താണ് അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി? അതിനെന്താണ്? ഇറ്റ്സ് കോൺസ്റ്റന്റ് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് അല്ലേ? അതായത് ഇറ്റ് വിൽ ബി എന്താണ് എങ്ങനെയാണ് വരുന്നത്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ അതായത് നമ്മൾ ഫെറോ മാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ എന്താ കേസ് വരുന്നത്? അയേൺ പോലെയുള്ള മെറ്റീരിയലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്താണ് കോൺസ്റ്റന്റ് എന്താണ് വരുന്നത് അവിടെ? കോൺസ്റ്റന്റ് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് എന്തിന് വരുന്നത്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന് പറയുന്നത്. എന്നാൽ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിലോ അവിടുത്തെ റിലേറ്റീവ് പെർമിയബിലിറ്റി എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി ലെസ് ദാൻ 1 ആണ്. ഏതാണ്? ലെസ് ദാൻ 1 ആണ്. അതേപോലെ അതൊരു ഫ്രീ സ്പേസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നോക്കിയേ ഫ്രീ സ്പേസ് ആണെങ്കിൽ ഒരു ഫ്രീ സ്പേസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് സെയിം ആസ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? അപ്പോൾ ദ പെർമിയബിലിറ്റി ഓഫ് സ്പേസ് എന്നാണ് ഡയമെൻഷൻലെസ് ആണ്. അതായത് ആൻഡ് ഹാസ് എ വാല്യൂ ഓഫ് 1 ആണ്. അപ്പോൾ ഇവിടുത്തെ ഏതാണ്? ഡു നോട്ട് ഹാവ് എ കോൺസ്റ്റന്റ് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഏതാണത്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. Question number 5. All the magnetic material lose their magnetic properties when എപ്പോഴാണ് അല്ലേ നമ്മുടെ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലൂസ് ആവുന്നത്? ഏത് കണ്ടീഷനിലാണ്? ഓപ്ഷൻ എ ഡിപ്ഡ് ഇൻ ഓയിൽ, ഓപ്ഷൻ ബി ഡിപ്ഡ് ഇൻ വാട്ടർ, ഓപ്ഷൻ സി സ്ട്രോങ്ലി ഹീറ്റഡ്, ഓപ്ഷൻ ഡി ബ്രോട്ട് നിയർ എ പീസ് ഓഫ് അയോൺ. എപ്പോഴാണ് നമ്മളെ മാഗ്നറ്റ് ഹീറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രോപ്പർട്ടി ലോസ് ആവുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ഓരോന്നിനും ഓരോ മാഗ്നറ്റിനും അതിൻ്റേതായ ഒരു കപ്പാസിറ്റി ഉണ്ട് അല്ലേ? മാഗ്നറ്റിക് പ്രോപ്പർട്ടി സസ്റ്റെയിൻ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മാഗ്നറ്റിനെ ഹീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അവിടെ ലൂസ് ആകും. ഓക്കെ, അതെന്താണ് അവിടെ ഡീമാഗ്നറ്റൈസ്ഡ് ആവും. ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പോയി അതെന്താണ് ഡീമാഗ്നറ്റൈസിങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? സ്ട്രോങ്ലി ഹീറ്റഡ് ആകുമ്പോഴാണ്, നമ്മൾ ചൂടാക്കുമ്പോഴാണ് ആ ഒരു മാഗ്നറ്റിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ആ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പോവും. ഓക്കെ, നെക്സ്റ്റ് question number 6. The force between two permanent magnets is determined by എന്താണ്? രണ്ട് പെർമനന്റ് മാഗ്നറ്റിന്റെ ഫോഴ്സിനെ എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ ഡിസ്റ്റൻസ് എമോങ് ദം, ഓപ്ഷൻ ബി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റ്സ്, ഓപ്ഷൻ സി ഓറിയന്റേഷൻ ഓഫ് മാഗ്നറ്റ്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ഏതാണ്? ഫോഴ്സ് ബിറ്റ്വീൻ ടു പെർമനന്റ് മാഗ്നറ്റ്സ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ എന്താണ്? ഡിസ്റ്റൻസ്. അതായത് F equal to mu naught by 4 pi ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ F equal to എന്താ അവിടെ വരുന്നത്? mu naught by 4 pi അല്ലേ? mu naught പറഞ്ഞു കഴിഞ്ഞാൽ m1 m2 by d square. അപ്പോൾ ഒരു ഫോഴ്സ് ബിറ്റ്വീൻ ടു പെർമനന്റ് മാഗ്നറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? അതിൻ്റെ ഡിസ്റ്റൻസ് എമോങ് ദം, അതിൽ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതുപോലെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റുകൾ തമ്മിലുള്ള ഡയറക്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൂടാതെ എന്താണ്? ഓറിയന്റേഷൻ ഓഫ് മാഗ്നറ്റ്സ്. ഇപ്പോൾ ഈ 3 പാരാമീറ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക, കാരണം ഇതെന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ ടു പെർമനന്റ് മാഗ്നറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഏതൊക്കെയാണ്? ഡിസ്റ്റൻസ് എമോങ് ദം, അതുപോലെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റ്സ്, പിന്നെ വരുന്നത് എന്താണ്? ഓറിയന്റേഷൻ ഓഫ് മാഗ്നറ്റ് ആണ്. അപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ ടു പെർമനന്റ് മാഗ്നറ്റിൻ്റെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ F equal to mu naught by 4 pi. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ഫോഴ്സ് ബിറ്റ്വീൻ ടു പെർമനന്റ് മാഗ്നറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഡിസ്റ്റൻസ് എമോങ് ദം, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റ്സ് വരും, ഓറിയന്റേഷൻ ഓഫ് മാഗ്നറ്റ്സും വരുന്നുണ്ട്. Question number 7. The main advantages of a temporary magnet is that we can
അതായത് ടെമ്പററി മാഗ്നറ്റിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ചേഞ്ച് ദ മാഗ്നറ്റിക് ഫ്ലക്സ്, ഓപ്ഷൻ ബി യൂസ് എനി മാഗ്നറ്റിക് മെറ്റീരിയൽ, ഓപ്ഷൻ സി ഡിക്രീസ് ദ ഹിസ്റ്റെറിസിസ് ലോസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതാണ് വരുന്നത്? മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഏതാണ്? ചേഞ്ച് ദ മാഗ്നറ്റിക് ഫ്ലക്സ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഒരു മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഓവർ എൻ പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോ മാഗ്നറ്റ് ഓവർ എ പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ക്വിക്ക്ലി changed by controlling the amount of electric current in the winding. അല്ലേ, നമ്മളെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്നതൊക്കെ അല്ലേ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തൂടെ? അതൊക്കെ വെച്ചിട്ട് അപ്പോൾ എന്താണ് മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ടെമ്പററി മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചേഞ്ചിങ് ദ മാഗ്നറ്റിക് ഫ്ലക്സ്. അല്ലേ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജസ് നോക്കുക. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ എന്താണ് ടെമ്പററി മാഗ്നറ്റ് എന്താണ്? സോഫ്റ്റ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ. അതിനെന്താണ് പ്രത്യേകത? ലോ കൊഹേഴ്സിവിറ്റി ആയിരിക്കും, ഈസിലി നമുക്ക് ഡിമാഗ്നറ്റൈസ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് എന്ത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് അല്ലെങ്കിൽ എന്താണ് ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയുന്നത്. പെർമനൻറ്റ് മാഗ്നറ്റിൽ അത് പറ്റുമോ? ഇല്ല അല്ലേ. അതിലെന്താണ് അത് പെർമനൻ്റ് ആയിട്ട് പേര് പോലെ തന്നെ എന്താണ് അതിൽ ഹൈ റീറ്റൻറ്റിവിറ്റി ആയിരിക്കും അല്ലേ, അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അല്ലേ, അതുപോലെ തന്നെ എന്താണ് ഹൈ കൊഹേഴ്സിവിറ്റി ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ അതിനുണ്ട്. അപ്പോൾ പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീൽ, കാർബൺ സ്റ്റീലൊക്കെയാണ് സ്റ്റീൽ റിലേറ്റഡ് ആയിട്ട് അതൊക്കെ ഉണ്ടാക്കുക. പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കുന്ന മെറ്റീരിയലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റീൽ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. Question number 8. The temporary magnet are used in. എവിടെയൊക്കെയാണ് ടെമ്പററി? നോക്കിയേ, നമ്മളെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ടെമ്പററി മാഗ്നറ്റിൻ്റെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓപ്ഷൻ എ ജനറേറ്റർ, ഓപ്ഷൻ ബി ലൗഡ് സ്പീക്കർ, ഓപ്ഷൻ സി മോട്ടോർ, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി എബോവ്. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ജനറേറ്ററിലും ലൗഡ് സ്പീക്കറിലും മോട്ടോഴ്സിലും ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ടെമ്പററി മാഗ്നറ്റ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ടെമ്പററി മാഗ്നറ്റ്സ് അല്ലേ യൂസ് ചെയ്യാറില്ലേ? അതായത് നമ്മൾ അതിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ജനറേറ്ററൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് എന്താണ് കറണ്ടിൻ്റെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്താണ് അവിടെ ഉണ്ടാവില്ല. അത് തന്നെയാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓൾ ഓഫ് ദി എബോവ് ആണ്. Question number 9. Which of the following is an example of natural magnet? Natural magneറ്റിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഏതാണ്? എ ബാർ മാഗ്നറ്റ്, ഓപ്ഷൻ ബി horseshoe magnet, ഓപ്ഷൻ സി മാഗ്നറ്റൈറ്റ് ഓഫ് ലോഡ്സ്റ്റോൺ, ഓപ്ഷൻ ഡി ഇലക്ട്രോ മാഗ്നറ്റ്. ഏതാണ്? മാഗ്നറ്റൈറ്റ് ഓഫ് ലോഡ്സ്റ്റോൺ ആണ് എന്തിൻ്റെ നാച്ചുറൽ മാഗ്നറ്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെ ബാർ മാഗ്നറ്റും horseshoe മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റൊക്കെ എന്താണ്? അത് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണ് കേട്ടോ. അതൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണ്. ബാക്കിയെല്ലാം എന്താണ്? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണ്. മാഗ്നറ്റൈറ്റ് ഓഫ് ലോഡ്സ്റ്റോൺ മാത്രമാണ് എന്ത് നമ്മളുടെ നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. Question number 10. Which of the following statement is correct? Magnetite is a natural magnet. അല്ലേ, നമ്മളിപ്പോൾ കണ്ടുല്ലേ ലാസ്റ്റ് ക്വസ്റ്റ്യനിലെ ലോഡ്സ്റ്റോൺ, മാഗ്നറ്റൈറ്റ് ഓഫ് ലോഡ്സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്? അതൊരു നാച്ചുറൽ മാഗ്നറ്റ് ആണ്. എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ആൾവേസ് അലൈൻസ് ഇൻ നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ. നമ്മളൊരു മാഗ്നറ്റിനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്? അത് നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലേക്കല്ലേ. അപ്പോൾ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ഓൺലി 1, നെയ്തർ 1 or 2, ബോത്ത് 1 and 2, ഓൺലി 3. അപ്പോൾ ഏതാണ്? ബോത്ത് ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ബോത്ത് 1 and 2 ആണ്. 3 ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഒരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് 2 പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതായത് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, ഡിറക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം ഒരു മാഗ്നറ്റിനെ നമ്മൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എങ്ങനെയാണ് അത് വരുന്നത്? ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത്, ആ ഒരു ഡയറക്ഷനിലാണ് അത് തൂങ്ങിക്കിടക്കുക അല്ലേ. അതുകൂടാതെ എന്താണ് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ ലോഡ് സ്റ്റോൺ, മാഗ്നറ്റൈറ്റ് ഓഫ് ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്? അതൊരു നാച്ചുറൽ മാഗ്നറ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾ നോക്കി പോകേണ്ടതാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയലിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ചു തന്നെ പോകണം ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന ആ ഒരു ടോപ്പിക്ക്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.